ഹായ് കൂട്ടുകാരെ, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനെന്നും വരുപോലെ തന്നെ ഇന്നും നടിയിൽ തന്നെയാണ് കേട്ടോ. ഇന്നും എൻ്റെ പരിപാടി വിളവെടുപ്പുണ്ട്, പൂക്കളെ കാണിക്കലുണ്ട്, അതൊന്നൊന്നുമില്ല. ഇന്ന് നടിയിലാണ്. നടിയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഒരു ട്രെൻഡാണല്ലോ ഹാങ് ചെയ്യുന്ന ചെടി. ഇങ്ങനെ വീടിനെ മുറ്റം അങ്ങോളം ഹാങ് ചെയ്തിട്ട് ഇങ്ങനെ തൂക്കിയിട്ട് എന്ത് രസം ഉണ്ടാവും. ചെറിയൊരു വീടാണെങ്കിൽ ആ വീട്ടിൽ ഇങ്ങനെ നിറയെ ഹാങ് ചെയ്ത് ചെടി ഉണ്ടെങ്കിൽ നല്ല ഭംഗിയാണ്. പൂക്കളുടെ ചെടി നമ്മൾ ഹാങ് ചെയ്യലുണ്ട്, ഇലച്ചെടി ചെയ്യാറുണ്ട്. ഇന്ന് ഞാൻ ഹാങ് ചെയ്യുന്നത് ഇലച്ചെടിയല്ല, പൂക്കളുമല്ല. അതിന് ഇല എന്ന് പറയാൻ പറ്റില്ല ആ ചെടിക്ക്. ആ ചെടിയെ ഞാൻ ഇന്ന് ഹാങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, കുറേ പേര് അത് കണ്ടിട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ വന്ന് ചോദിക്കുന്നത് എന്ത് ചെടിയാണ്, അതെന്ത് പ്ലാസ്റ്റിക് ആണോ, അത് ചെടിയാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് കേട്ടോ. ഞാനും സത്യം പറയുകയാണെങ്കിൽ ഞാനത് വിചാരിച്ച് പ്ലാസ്റ്റിക് ഇങ്ങനെ കയറ് ഇങ്ങനെ കെട്ടിത്തൂക്കിയെന്നാണ് ഞാൻ വിചാരിച്ച്. ഇങ്ങനെ പോയി തൊട്ട് നോക്കുമ്പോഴാണ് അത് ചെടിയാണെന്നും പ്ലാസ്റ്റിക് അല്ലാന്നും അതിങ്ങനെ പൊട്ടിച്ചെടുക്കാൻ പറ്റുന്നതാണെന്നൊക്കെ മനസ്സിലായത് കേട്ടോ. ഇളം പച്ച കളറിലുള്ള ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കുറേ പേർക്ക്. എന്നാൽ പേര് ഞാൻ ആ ചെടിയെ കാണിച്ചു തരാം. വേറെ അതിൽ നിന്ന് കട്ട് ചെയ്ത് വേറെ ഉണ്ടാക്കുന്നൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ചെടി. കുറേ പേര് കണ്ടിട്ടുണ്ടാവും. ഇതിൻ്റെ കളറാണ് ഈ പച്ച, ഒരു നേരിയ എന്തോ ഒരു തരം പച്ച. ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇത് കുറേ കാലം നിൽക്കും. അധികം അങ്ങനെ താഴോട്ട് നീളം വെക്കുകയൊന്നുമില്ല. പിന്നെ എന്നും ദിവസേന വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട, 2 ആഴ്ച കൂടുമ്പോൾ നനച്ച് കൊടുത്താൽ മതി. കുറച്ച് വെയിൽ കൊണ്ടുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ മഞ്ഞ നിറാവുക. അതാ കണ്ടില്ല, മഞ്ഞ നിറായത്. നല്ല വെളിച്ചം വേണം, പക്ഷേ വെയിൽ പറ്റില്ല, വെയിൽ നേരിട്ടടിക്കാൻ പറ്റില്ല. ഈ ചെടീൻ്റെ പേരാണ് ബറോസ് പ്ലാന്റ് അല്ലെങ്കിൽ മങ്കി സ്റ്റൈല് ഒക്കെ പേര്. ഇതിൻ്റെ പേര് ഞാനത് ഈ ഭാഗത്തൊക്കെ കണ്ടുള്ളൂ. അപ്പോൾ ഞാൻ വേറെ വീടുകളിൽ കണ്ടിട്ടാണ് ഞാൻ ഇത് വിചാരിച്ചത് പ്ലാസ്റ്റിക് ആണ് എന്നുള്ളത്. പിന്നെ ഞാൻ ഒരു നഴ്സറി പോയി വെക്കുമ്പോൾ ഇത് ഒന്ന് കണ്ടാൽ രസമല്ല കേട്ടോ, ഇത് കുറേ കാണണം. ഇവിടെ തൊട്ട് അങ്ങോളം നഴ്സറിയിൽ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. എനിക്കിത് വാങ്ങിയേ പറ്റൂ. ഞാൻ കുറേ പറഞ്ഞു എനിക്കിത് വേണം, ചോദിച്ചു വെക്കുമ്പോൾ അതിന് ഭയങ്കര വില. പിന്നെന്തായാലും ആഗ്രഹമല്ലേ, സാധിച്ചത്. അപ്പോൾ ഞാൻ നിൽക്കാതെ പറഞ്ഞത് കൊണ്ട് എനിക്ക് ഒന്ന് വാങ്ങിത്തന്ന് ഞാനിവിടെ വെച്ചു. ഒറ്റ കാണുമ്പോൾ വലിയൊരു രസമായി തോന്നൂല. ഞാൻ വേറൊന്നും കൂടി പിടിപ്പിച്ചു. അപ്പോൾ ഇവിടെ ഒരു വിരുന്നുകാർ വന്നപ്പോൾ അവർക്കിത് ഭയങ്കര ആഗ്രഹം. അപ്പോൾ ഞാനത് അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു. അങ്ങനെയൊക്കെ ഉണ്ട്, ഗിഫ്റ്റായിട്ടൊക്കെ ഞാൻ കൊടുക്കും എൻ്റെ ചെടി. പിന്നെ ഇന്നിപ്പോൾ ഞാൻ ഇത് ലെവലിൽ കട്ട് ചെയ്ത് ആ ബാക്കി പീസ് വേറൊരു പോട്ടിലേക്ക് വെക്കുന്നത് ഞങ്ങൾ കാണിച്ചിരുന്നത്. അപ്പോൾ ഈ ചെടീനെ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. വീട്ടിൽ ആരൊക്കെ വീട്ടിലുള്ളതെന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതിപ്പോൾ താഴെ വെച്ചൂടാ, താഴെ വെച്ചത് വേഗം പൊട്ടും, ഈ ചെടി വേഗം പൊട്ടും. പിന്നെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാണിച്ചു തരാം. ഇതിൻ്റെ ഓരോ ഇതില്ലേ, ഇത് ഈ ഇലകൾ, ഇത് ഇലയെ അതെടുത്തിട്ട് നിറയെ പരത്തി മണ്ണിലിട്ടാൽ മുളക്കുന്ന പറയുന്നത്. ഞാനങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ല, അങ്ങനെ മുളക്കുന്ന പറയുന്ന കേൾക്കുന്നുണ്ട്. ഞാൻ ചെയ്തത് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ട് മണ്ണിൽ ഇങ്ങനെ ചുറ്റും കുത്തി വെച്ചതാണ്. അങ്ങനെ തന്നെ എന്നെ ഒന്നും കൂടെ കുത്തി വെച്ച് കാണിച്ചു തരിക. അപ്പോൾ ഇതിൻ്റെ പേര് ബറോസ് പ്ലാന്റ് അല്ലെങ്കിൽ മങ്കി സ്റ്റൈൽ എന്നൊക്കെയാണ്. പൂവൊന്നും ഉണ്ടാവില്ല, പൂവുണ്ടാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഇപ്പോൾ ഒരു 3 കൊല്ലമൊക്കെയായി, 4 കൊല്ലമായി. ഇതിൽ നിന്ന് ഞാൻ രണ്ട് പോട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഇവിടെ ഉണ്ട് കാണിച്ചിരുന്നുണ്ട്, ഒന്ന് ഞാൻ ഗിഫ്റ്റും കൊടുത്തു. ഇനിയിപ്പോൾ ഇന്നിപ്പോൾ 2 കൂടി ഉണ്ടാക്കാനുണ്ട്. എടുത്ത് ഹാങ്ങിങ് ചെയ്യാനുള്ള പാത്രമൊന്നുമില്ല. അപ്പം ഞാൻ ഈ പഴയതങ്ങ് പോക്കാന്ന് വിചാരിച്ച്. എനിക്കങ്ങനെ ഒരു ചെടി വളർത്തി കുറച്ച് എനിക്കതങ്ങ് മടുക്കും. അപ്പോൾ ഞാനിത് മാറ്റും. ഇത് ഞാൻ വേറെ പോട്ടിലേക്ക് വെക്കും. എന്നിട്ട് ഈ 2 ഹാങ്ങിങ് പാത്രത്തിലാണ് ഞാൻ നടാൻ പോകുന്നത്. ഇത് ഹാങ് ചെയ്യാനേ പറ്റൂ, നിലം തൊടാൻ പറ്റൂരത്. ഇതിങ്ങനെ വേഗം പൊട്ടി പോകും, തൂങ്ങിയേ നിൽക്കും ഇത്. ഞാൻ നടാൻ പോകുന്ന ചെടി. അപ്പം ഞാൻ ഇത് 2 മാറ്റട്ടെ കേട്ടോ. ഞാൻ ആ പോട്ടിൽ നിന്ന് ചെടിയൊക്കെ മാറ്റിട്ടോ. ആരും വേദനിക്കൊന്നും വേണ്ട. ഞാൻ ആ ചെടീനെ പൊന്നുപോലെ നോക്കും വേറൊരു സ്ഥലത്ത് വെച്ചിട്ട്. ഹാങ് ചെയ്യുന്നത് ഞാൻ ഇങ്ങനത്തെ ഒക്കെ മതി എന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഭംഗിയുണ്ട്. ഒരേപോലെ കുറേ വേണം, എന്നാലേ അതിന് ഭംഗിയുണ്ട്. അതുകൊണ്ട് ഞാൻ നട്ട് വളർത്താൻ അത് ഈസി. നമ്മൾക്ക് പച്ചക്കറി നട്ടുപോലെ ഭയങ്കര പോട്ടി മിക്സ് ഒന്നും വേണ്ട. ഞാൻ ഈ ഹാങ് ചെയ്യുന്ന ചെടിയിലേക്ക് ഈ അടിയിൽ ഞാൻ ഇത് ഇടാൻ കാരണം പിന്നെ ഒലിച്ച് പോയി കളയും മണ്ണ്. മണ്ണ് ഒലിച്ച് പോണ്ട, അതിന് ഞാൻ ഇതിങ്ങ് ഇടുന്നേ ഉള്ളൂ. അപ്പം പിന്നെ വളമുള്ള ആയിക്കോട്ടെ ഇടുന്നത്. ഇത് ശീമക്കൊന്നൻ്റെ ഇല്ലേ, അതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും മണ്ണ് ഒലിച്ച് പോകില്ലല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്ത്. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതങ്ങോട്ട് വളമായി മാറിക്കോളും.
ഇതിന് താഴോട്ടൊന്നും വേര് പോണൊന്നും കണ്ടിയില്ല. ഞാനിത് കുറേ പേർക്ക് കട്ട് ചെയ്തൊക്കെ കൊടുത്തതാ. അവരുടെ എന്തായോ ആവോ എനിക്കറിയില്ല. അവരെ നമ്പറൊന്നും ഞാൻ വാങ്ങലില്ല. അവരെ എൻ്റെ ചാനൽ കാണുന്നവരാന്ന് മാത്രമേ നമ്പർ വെച്ച് വിളിച്ച് ചോദിക്കുക അങ്ങനത്തൊക്കെ ഉഷാറായോ ഉണ്ടായോ എന്നൊക്കെ. ഭയങ്കര ആവേശത്തിൽ എൻ്റെ അടുത്തുനിന്ന് ചെടി വാങ്ങിപ്പോവുക. എന്നിട്ട് പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ, നമ്പറുള്ളവരോട് ഞാൻ ചോദിക്കുമ്പോൾ അവർ പറയും അത് ഉണങ്ങിപ്പോയി, അത് ചീഞ്ഞു പോയി എന്നൊക്കെ. എന്താ എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഭയങ്കരമായി ശ്രദ്ധിച്ചേ ഞാൻ പോറ്റു. എനിക്കൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ICUവിൽ വെച്ച് ഉഷാറാക്കിയിട്ട് ഞാൻ നടുള്ളൂ. ഇനിയിപ്പോൾ ഈ ചെടിയായാലും അങ്ങനെ തന്നെയാണ്. ഞാൻ വെയിലത്തൊന്നും വെക്കൂല. ഇതിന് പിന്നെ വെയിൽ പറ്റൂരാണ്. ഇപ്പോൾ ചെടി തീരെ നട്ട് പരിചയമില്ലാത്തവർക്കും ഇത് നടാം. കാരണം അത് അങ്ങൊന്നും നനച്ചു കൊടുക്കണ്ട. ഇതിന് ഹാങ് ചെയ്യാനുള്ള സൗകര്യമാണ് വേണ്ടിയത്. അപ്പോൾ ഞാനൊന്ന് ലെവൽ ചെയ്യട്ടെ മണ്ണ്. ഈ മണ്ണ് എന്ന് പറഞ്ഞാൽ കരിയില കമ്പോസ്റ്റാട്ടോ. അത് ഞാൻ പറഞ്ഞത് കരിയില കമ്പോസ്റ്റാ. ഞാനങ്ങനെ 3 ചാക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കരിയില കമ്പോസ്റ്റ്. ഇനി അങ്ങോട്ട് പച്ചക്കറി നടുന്ന സമയമല്ലേ, മഴ കുറച്ച് കുറഞ്ഞു. നിങ്ങളവിടെയൊക്കെ കുറഞ്ഞോ? ഇവിടെ 2-3 ദിവസമായിട്ട് മഴ ഇല്ല. അപ്പം ഞാൻ കരിയില കമ്പോസ്റ്റൊക്കെ ഇനിയിപ്പോൾ എടുക്കാൻ തുടങ്ങുമോ എന്ന്. ചാക്ക് പൊട്ടിക്കണം എനിക്ക്. 2-3 എണ്ണം ഉണ്ട്. അങ്ങനെ ഞാൻ പരത്തി കഴിഞ്ഞു. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് അമരും ഇട്ടു. അടിയിലും കുറേ ചപ്പിട്ടല്ലേ. അപ്പോൾ അമരുമ്പോൾ ഞാൻ കുറച്ച് മണ്ണ് മേലിട്ട് കൊടുക്കും. ഇനി ഞാൻ ആ ചെടി പൊട്ടിച്ചിട്ട് നടുന്ന് കാണിച്ചു തരാം കേട്ടോ. ബറോസ് പ്ലാന്റ്, പുതിയ പേര്. ഈ ചെടീൻ്റെ ഈ ഭാഗം ഞാൻ കട്ട് ചെയ്യുന്നത്. താഴെ കുറച്ച് വീഴുന്നുണ്ട്. ഇത്രേ വേണ്ടൂ. പിന്നെ വേറൊരു ഗുണം ഉണ്ട് കേട്ടോ. അത് കട്ട് ചെയ്ത് കൊടുത്താലുള്ള ഗുണം എന്താ അറിയോ? ഈ മുരട്ടുന്നുണ്ടല്ലോ, നിറയെ പൊട്ടി പൊട്ടി മുളച്ച് വീണ്ടും ഇങ്ങനെ നിറഞ്ഞ് തൂങ്ങും. അത് ഞാൻ ഇപ്പം കണ്ട കാഴ്ചയാ. ഒക്കെ ഞാൻ അനുഭവത്തിലൂടെ പഠിക്കുന്ന. ഞാൻ വാങ്ങിയതിന് ശേഷം ഒരു 8 എണ്ണം പോലും മതി ഒന്നിൽ. പിന്നെ നമ്മളതിൻ്റെ അടിഭാഗം ഒന്ന് മെല്ലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ വീണ്ടും ഇങ്ങനെ ശാഖ വരുന്നുണ്ട് ഇതിന്. നല്ല ഉഷാറാ സംഭവം. നല്ല ഉഷാറുണ്ട്. നല്ലൊരു വെയിൽ കൊണ്ടില്ലെങ്കിൽ നല്ലൊരു സുഖമുള്ളൊരു പച്ചയാ. വെയിൽ കൊണ്ടാൽ മഞ്ഞായിക്കളിയാ. എൻ്റെ വെയിൽ കൊണ്ട ഭാഗം ഇത്. നിങ്ങൾക്ക് തന്നെ കാണാം. വെയിൽ കൊണ്ട് നല്ല വെളിച്ചം വേണം, പക്ഷേ വെയിൽ പറ്റൂല. അങ്ങനെയൊക്കെയാ. ഓരോ ചെടിക്കും ഓരോ സ്വഭാവമാണ്. എൻ്റെ ബാൽസത്തിന് തീരെ വെയിൽ പറ്റൂല. അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് ഇനി ഒരു ചട്ടിയിലൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ലെവൽ ചെയ്യാം. വീണുപോയി. നടാൻ പോകുക കേട്ടോ. മണ്ണ് നിറച്ച് നിങ്ങൾ പൊട്ടിച്ചൊക്കെ കണ്ടില്ലേ. ഇങ്ങനെ ചുറ്റും നട്ടാൽ മതി. തൂങ്ങാൻ പാകത്തിന് ഇങ്ങനെ നട്ടാൽ മതി. ഇതിൽ അത്ര 8 എണ്ണത്തിന് സൗകര്യമൊന്നുമില്ല. ഞാൻ പിന്നെ തിങ്ങിയാലേ നമുക്ക് രസമാണ് തിങ്ങി വളരുന്നത് കാണാൻ. കല്ലൊന്നും വേണ്ട. ഇവർക്ക് കല്ലൊന്നും പറ്റൂല. VIP ആയി പോറ്റണം. സാധാ ചെടിയെ പോലെ അല്ല ഇത്. ഇത് കൊട്ടാരത്തിലുണ്ടാകുന്ന ചെടി തന്നെ. ഇതിനങ്ങനെ പോറ്റണം. ഞാൻ കുറേ പൊട്ടിച്ചെങ്കിലും കൂടി ഇത്രയൊന്നും ഇതിൽ വേണ്ട. എന്നാ നറുക്കട്ടെ. നനവുണ്ട്. ഇതിൽ കുറച്ച് നനവുണ്ട്. നട്ട് കഴിഞ്ഞു. ഞാനിങ്ങനെ വിശദമായിട്ട് കാണിക്കുന്നത് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ നടാന്ന് വിചാരിച്ചിട്ടാ. ഞാൻ ഇതുപോലെ നട്ട് ഇങ്ങനെ തൂങ്ങി ഇവിടം വരെ എത്തിയ ചെടിയാണ് ഞാൻ ഗിഫ്റ്റ് കൊടുത്തു കേട്ടോ. കണ്ടില്ലേ, കാഴ്ചക്കൊക്കെ നല്ല ഭംഗിയാ. ഇത് ഹാങ് ചെയ്താൽ കുറച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ചെരിഞ്ഞിങ്ങനെ മൊത്തം ഇങ്ങനെ ഒരേ ലെവലിൽ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്ത് ഉഷാറായിട്ടുണ്ട്. ഒരേ ലെവലിൽ ഒരു 10 എണ്ണം അങ്ങോട്ട് വരണം, എന്നാലും ഇതിന് ഭംഗി വരും. ഞാൻ അടുത്ത് നറുക്കട്ടെ കേട്ടോ. 2 എണ്ണം ഞാൻ നട്ട് കഴിഞ്ഞു. ഇതിന് തൂക്കാൻ ഉറിയുണ്ട്, കയറുണ്ട്. ഞാൻ ഊരി വെച്ചതാണ്. ഇതിന് പിന്നെ ഊരാൻ പറ്റാത്തത് കൊണ്ട് അതിങ്ങനെ തന്നെ. 2 എണ്ണം വിജയകരമായിട്ട് 2 എണ്ണം. കുറച്ചും കൂടി ഉണ്ട്. 3ാമത്തെ എനിക്കിൻ്റെ പോട്ടില്ല. ഞാൻ വെറുതെ കുത്തി വെക്കുകയെന്നേ ഉള്ളൂ. ഇത് വേറെ മോഡലിലെങ്ങാനും നടുന്നവരുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോ കണ്ടാൽ അത് വേറെ മോഡൽ നടുന്നവരാണെങ്കിൽ അതൊന്ന് പറയണം കേട്ടോ. ഞാൻ നടുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ നട്ടിട്ട് എൻ്റെ വിജയിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിജയകരമായിട്ട് 2 എണ്ണം.
ഒന്ന് പഴയതും 3 എണ്ണം, വേറൊന്നുണ്ട് 4 എണ്ണം. 4 എണ്ണം ആകുമ്പോൾ തന്നെ ഭംഗി ഉണ്ടാവും. എങ്ങനെയുണ്ട്? ഉഷാറല്ലേ? ഞാൻ തൂക്കട്ടെ കേട്ടോ. ഇത് മദർ പ്ലാന്റ് ആണ്. ഇത് അടിയിൽ കുറേ കട്ട് ചെയ്തിണ്, അതിവിടെ തൂക്കി. ഇതിന് വെയിൽ പറ്റൂരല്ലോ. ഇതാ പുതിയത് ഉണ്ടാക്കിയതും തൂക്കൽ കഴിഞ്ഞു. ഇത് രണ്ടാമത്തതാ. ഇത് 2 എണ്ണം എന്നല്ലേ പറഞ്ഞത്, മുറിച്ച് വെക്കുമ്പോൾ അധികമായിപ്പോയി. ഇപ്പം അത് 3 എണ്ണം പിടിപ്പിക്കേണ്ടി വന്നു. ഇത് 3ാമത്തതാ. എല്ലാം ഹാങ് ചെയ്തു. പണിയെടുത്ത് വെക്കുമ്പോൾ തളർന്നു പോയിട്ടോ. അതിന് മാത്രമുള്ള പണി ഞാൻ എടുത്തു തിന്ന്. അപ്പം പണിയെടുത്ത് തളർന്നപ്പോൾ ഞാൻ വിചാരിച്ചു റംബൂട്ടാൻ പറിച്ച് തിന്നട്ടെ എന്നുള്ളത്. നല്ലൊരു എനർജി കിട്ടുന്നൊരു സംഭവം അത്. ഇതൊക്കെ ഞാൻ നട്ടുപിടിപ്പിച്ചതാട്ടോ. ഇതൊക്കെ നഴ്സറിയിൽ നിന്ന് വാങ്ങി അങ്ങ് നട്ട് നോക്കേണ്ടി പെട്ടെന്ന് ഉണ്ടാവും. ഇത് നല്ല മഞ്ഞ കളറാവും. പക്ഷെ മഞ്ഞ കളറാവാൻ വേണ്ടി ഇവിടെ വെച്ച് കഴിഞ്ഞുള്ള പ്രശ്നം എന്താ അറിയോ? ഒറ്റൊന്നും എനിക്ക് കിട്ടൂല. ഞാൻ വിചാരിച്ചത് പെരിച്ചായി അല്ല വവ്വാലത്ത് നിന്ന് ഞാൻ കരുതിയത്. പിന്നല്ലേ ഞാൻ കണ്ടത് നിറയെ ഒരു പച്ച നിറത്തിലൊരു കിളി വന്നിട്ട് മൊത്തത്തിൽ അങ്ങ് കൊത്തിക്കൊണ്ടുപോവുക. മൊത്തത്തിൽ ഇതാ വിത്തരയാക്കി വെക്കുക. അപ്പം കിട്ടുന്നങ്ങോട്ട് എടുക്കുക. അതൊക്കെ പഴുത്ത് ഇത്രയും പറിച്ചു. ഇതിനുള്ള നല്ല മധുരമുള്ളതാണ്. അധികം മഞ്ഞ നിറയിക്കൊള്ളുന്നില്ല. ഇപ്പം തന്നെ പറിച്ച് തിന്നാം. മക്കളിലൊക്കെ എങ്ങനത്തെ നഴ്സറി പോയി നട്ടു നോക്കിയിട്ടോ. ഇതെൻ്റെ ബട്ടർ നോക്ക്, ഇവിടെ പൂത്തിട്ടുണ്ട്. ഞാൻ എല്ലാവരോടും ചോദിക്കുന്നുണ്ട്, നിങ്ങളെ ബട്ടർ പൂത്തോന്ന്. എല്ലാവരും പറയാം പൂത്തില്ല. എൻ്റെ നോക്ക് നിറയെ പൂത്തിട്ടോ. എന്താ അറിയില്ല. ഞാൻ തളർന്നു പോയി. ഞാൻ പോയി തിന്നട്ടെ കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടല്ലോ. എൻ്റെ ചെടി മദർ പ്ലാന്റിൽ നിന്ന് കട്ട് ചെയ്യുന്നതും നടുന്നതും എല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.